പണ്ട് ടി വിയിൽ റിപ്പീറ്റായി കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ ഓർക്കുന്നുണ്ടോ? അതിനോ നിങ്ങളുടെ മനസ്സിൽ കൂടെ കുറച്ച് സിനിമകളെങ്കിലും പോയിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു 5 ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് മൂവീസ്. ഫിഫ്ത്ത് വൺ, ഒരു ക്രേസി സയൻറ്റിഫിക് മൂവി. നമുക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമോ, നമുക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, നമുക്കും ഇതുപോലെ കിട്ടുമോ എന്ന് ചിന്തിച്ച ഒരു സിനിമയുടെ പേരാണ് ഫ്ലവർ. ഫോർത്ത് വൺ, ഒരു ബോർഡ് ഗെയിം കൈൻഡ് ഓഫ് സിമിലർ ടു ജുമാൻജി. ബോർഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ പരിപാടിയെല്ലാം സ്പേസിലാണ്, ഒരു സ്പേസ് അഡ്വഞ്ചർ പരിപാടി. സിനിമയുടെ പേരാണ് സാറ്റൂറ. തേർഡ് വൺ, നമ്മുടെ പ്രോട്ടോകോൺസ് ഒരു മ്യൂസിയം സെക്യൂരിറ്റി ആയിട്ട് കയറുകയാണ്. അപ്പോൾ അതൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ മ്യൂസിയം വേറൊരു ലെവലിലേക്ക് പോവാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് പരിപാടി. മ്യൂസിയത്തിനുള്ള എല്ലാ സംഭവങ്ങളും ലൈവായി തുടങ്ങുകയാണ്. സോ അതിൻ്റെ പുറകെ സെക്യൂരിറ്റി പോകുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഫൺ എൻജോയ്മെൻറ്റ് അഡ്വഞ്ചർസ് ഒരു പരിപാടിയാണ് സിനിമയുടെ പേരാണ് നൈറ്റ് അറ്റ് ദി മ്യൂസിയം. സെക്കൻഡ് വൺ, ഡിസിപ്ലിൻ, ട്രെയിനിങ്, ലൈഫ് ലെസൺസ്, ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. കരാട്ടെ ഒക്കെ എന്തായാലും പഠിക്കണമെന്ന് ഭയങ്കര രീതിയിൽ ആഗ്രഹിപ്പിച്ചൊരു സിനിമയുടെ പേരാണ് ദ കരാട്ടെ കിഡ്. ഫസ്റ്റ് വൺ, ഈ സിനിമയെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും എല്ലാവർക്കും ഇതൊരു ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മൂവി ആയിരിക്കും. ഒരുപാട് വട്ടം റിപ്പീറ്റായി കണ്ടൊരു സിനിമയായിരിക്കും. ഒരു ഫൺ എൻഗേജിങ് പരിപാടി. സിനിമയുടെ പേരാണ് ഹോം അലോൺ. ഈ സിനിമയ്ക്ക് ഒരു കിഡിലൻ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. സേവ് ചെയ്ത് വയ്ക്കുക. ഒരു നൊസ്റ്റാളജിക് റീവാച്ച് ആയിരിക്കും.